ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രണ്ട് മഹത്തായ ദിവസങ്ങളുണ്ട്: നമ്മൾ ജനിച്ച ദിവസവും എന്തുകൊണ്ടെന്ന് കണ്ടെത്തുന്ന ദിവസവും. ശക്തൻ ആയിരിക്കുക എന്നാൽ കർക്കശക്കാരനാകരുത്. ദയുള്ളവനായിരിക്കുക എന്നാൽ ദുർബലനാകരുത്. താഴ്മയുള്ളവനായിരിക്കുക എന്നാൽ ഭീരുവായിരിക്കരുത്. അഭിമാനിക്കുക എന്നാൽ അഹങ്കാരിയാകരുത്. ഇടയ്ക്കിടെ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നല്ല വിജയം, നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നാണ് വിജയം വരുന്നത്. ചിലപ്പോൾ ഒരാളുടെ ശ്രദ്ധ നേടാനുള്ള ഏറ്റവും നല്ല മാർഗം അവർക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കാതിരിക്കുക. രണ്ട് കാര്യങ്ങൾ നമ്മെ സന്തോഷത്തിൽ നിന്ന് തടയുന്നു: ഭൂതകാലത്തിൽ ജീവിക്കുന്നതും മറ്റുള്ളവരെ നിരീക്ഷിക്കുന്നതും. നിങ്ങളുടെ നിശബ്ദത മനസ്സിലാക്കാത്ത ആളുകൾക്ക് നിങ്ങളുടെ വാക്കുകൾ ഒരിക്കലും മനസ്സിലാകില്ല. നിങ്ങൾ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുമ്പോൾ ചിന്തിക്കുക, ഇത് അയച്ചിരിക്കുന്നത് നിങ്ങളെ നശിപ്പിക്കാൻ അല്ല, മറിച്ച് നിങ്ങളെ ശക്തിപ്പെടുത്താനാണ്. ഓരോ തവണയും എന്തെങ്കിലും വീഴുമ്പോൾ മനോഹരമായ എന്തെങ്കിലും വഴിയിൽ ഉണ്ടെന്ന് വിശ്വസിക്കുക. നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കാൻ സ്വയം ശ്രമിക്കുക. ഓരോ നിമിഷവും വളരാനുള്ള അവസരമാണ്, അത് കാണാനുള്ള കലയാണ് പ്രധാനം. നിശ്ചലമായി ഇരിക്കാൻ നിങ്ങളുടെ ശരീരത്തിൽ മാത്രം പ്രവർത്തിക്കുന്നത് പോരാ, നിങ്ങളുടെ മനസ്സും വികാരങ്ങളും ഊർജ്ജവും നിങ്ങൾ സ്ഥിരപ്പെടുത്തേണ്ടതുണ്ട്. നിങ്ങളുടെ ഊർജ്ജം ചോർത്തുകയും നിങ്ങളെ ഭാരപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യങ്ങളോട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം കൂടുതൽ സ്നേഹിക്കുക. സ്വയം സംശയിക്കുന്നത് നിർത്തുക. കഠിനാധ്വാനം ചെയ്യുക, അത് സാധ്യമാകും. പ്രവൃത്തി എപ്പോഴും സന്തോഷം നൽകണമെന്നില്ല, എന്നാൽ പ്രവൃത്തി കൂടാതെ സന്തോഷമില്ല. നമ്മുടെ ഇരുട്ടും നിറഞ്ഞ നിമിഷത്തിലും വെളിച്ചം കാണാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നിങ്ങളുടെ മികച്ച ജീവിതം കംഫർട്ട് സോണിൽ നിന്ന് വരില്ല, അത് പോരാട്ടത്തിൽ നിന്ന് മാത്രമേ ഉണ്ടാകൂ എന്ന് നിങ്ങൾ വിശ്വസിക്കണം. വെല്ലുവിളികളും പരാജയങ്ങളും തോൽവികളും ആത്യന്തികമായി പുരോഗതിയുമാണ് നിങ്ങളുടെ ജീവിതത്തെ വിലമതിക്കുന്നത്. നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. നിങ്ങൾക്കായി ആർക്കും അത് ചെയ്യാൻ കഴിയില്ല. ജീവിതം വളരെ ലളിതമാണ്, പക്ഷേ അതിനെ സങ്കീർണമാക്കാൻ ഞങ്ങൾ നിർബന്ധിക്കുന്നു. 1000 മൈലുകളുടെ യാത്ര ആരംഭിക്കുന്നത് ഒരു ചുവടുവെപ്പിൽ നിന്നാണ്. സന്തോഷകരമായ ജീവിതം നയിക്കാൻ വളരെ കുറച്ച് മാത്രമേ ശ്രദ്ധിക്കൂ. ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിലാണ്, നിങ്ങളുടെ ചിന്താരീതിയിലാണ്. ഈ നിമിഷം സന്തോഷിക്കൂ. നിമിഷം നിങ്ങളുടെ ജീവിതമാണ്. ജീവിതം പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമല്ല, മറിച്ച് അനുഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ജീവിതത്തിലെ പല പരാജയങ്ങളും നിങ്ങൾ കൈവിട്ടപ്പോൾ വിജയത്തോട് എത്രമാത്രം അടുത്തിരുന്നുവെന്ന് തിരിച്ചറിയാത്തവരാണ്. അറിയുന്നത് പോരാ, നാം അപേക്ഷിക്കണം. ആഗ്രഹം പോരാ, നമ്മൾ ചെയ്യണം. വിജയത്തേക്കാൾ പരാജയത്തിൽ നിന്നാണ് നിങ്ങൾ കൂടുതൽ പഠിക്കുന്നത്. അത് നിങ്ങളെ തടയാൻ അനുവദിക്കരുത്. പരാജയം സ്വഭാവം കെട്ടിപ്പടുക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം സന്തോഷമാണ്. ഉള്ളതിൽ തൃപ്തനാകുക എന്നതാണ് സന്തോഷത്തിന്റെ കല. നിങ്ങളുടെ മനസ്സിനോളം നിങ്ങളെ ശല്യപ്പെടുത്താൻ ലോകത്ത് മറ്റൊന്നിനും കഴിയില്ല.